ജയ് 2026 റിസൾട്ട് വന്നതിന് ശേഷം വളരെ സന്തോഷമുള്ള ഒരു ദിവസത്തിലാണ് ഞങ്ങൾ എല്ലാവരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത് ടോപ്പേഴ്സ് ആയിട്ടുള്ള കേരള ടോപ്പേഴ്സ് ആയിട്ടുള്ള സൈലത്തിലെ ആളുകളെ എങ്ങനെയാണ് പഠിച്ചത്, അവരുടെ സബ്ജക്ട് ഫേവറേറ്റ് ഏതായിരുന്നു, ഡിഫിക്കൽട്ട് ഏതായിരുന്നു, അതിനെ ഓവർകം ചെയ്ത് എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ അറിയാൻ നിങ്ങൾ കാത്തിരിക്കുകയായിരിക്കും. അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ സെഷനിലേക്കാണ് നമ്മൾ കടക്കാൻ വേണ്ടി പോകുന്നത്. വളരെ കാഷ്വൽ ആയിട്ടുള്ള കുറച്ച് ഡിസ്കഷൻസ് കാര്യങ്ങൾ, എന്നാൽ സീരിയസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അതിനിടയിൽ ഡിസ്കസ് ചെയ്യും. ആൻഡ് നമ്മുടെ സന്തോഷത്തിന്റെ യഥാർത്ഥ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പല ഇൻസ്റ്റിറ്റ്യൂട്ടും 20-25 കൊല്ലം കഴിഞ്ഞിട്ടാണ് കേരള റാങ്ക് സിംഗിൾ ഡിജിറ്റിലേക്ക് ജയിലെത്തുന്നത്. അത് 4ാമത്തെ വർഷം നമ്മുടെ കുട്ടികൾ എത്തി, അതൊരാളല്ല ഒന്നിൽ കൂടുതൽ ആളുകൾ എത്തി എന്നുള്ള സന്തോഷത്തിലാണ് നമ്മൾ ഉള്ളത്. അതും പ്രത്യേകിച്ച് ഒരു മാർക്ക് ക്രൈറ്റീരിയം ഇല്ലാതെയാണ് നമ്മൾ കുട്ടികളെ എവിടേക്ക് എത്തിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ എഫേർട്ട് എടുത്ത് മാക്സിമം അവരുടെ കൂടെ നിന്നാണ് ഈ റിസൾട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. അതിന്റെ ഒരു സന്തോഷം കൂടെ നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഇന്നുള്ളത് ഋഷ്വന്ത് ആണ്. ഋഷ്വന്ത് എത്രയായിരുന്നു പെർസെന്റേജ്? 99.938% വാങ്ങി കേരള റാങ്ക് 6th ആയിരിക്കുകയാണ്. എവിടുന്നാണ് ഋഷ്വന്ത് വരുന്നത്? കാലിക്കറ്റ് ആയിരുന്നു ഇപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ എവിടുന്നായിരുന്നു? ഞാൻ കൊല്ലം. സ്ഥലം കൊല്ലം. സ്കൂൾ ഏതായിരുന്നു? ഐശ്വര്യ പബ്ലിക് സ്കൂൾ, കലക്കോട്. ഐശ്വര്യ പബ്ലിക് സ്കൂളിൽ നിന്ന് സൈലത്തിലേക്ക് എത്തിയിട്ടാണ് ഋഷ്വന്ത് ഈ ഒരു സ്കോറിലേക്ക്. ഋഷ്വന്ത് ഒരു വർഷം റിപ്പീറ്റ് ആയിരുന്നു. 1 ഇയർ സൈലത്തിന്റെ കൂടെയുള്ള ജേർണി ആയിരുന്നു. അപ്പൊ എന്തായാലും എന്ത് തോന്നുന്നു? ഹാപ്പിയാണോ? സന്തോഷം. അപ്പൊ പക്ഷെ ഹാപ്പി കുറച്ചും കൂടെ ആവണമെങ്കിൽ അഡ്വാൻസും കൂടെ കഴിയണം അല്ലേ? അഡ്വാൻസുള്ള പ്രിപ്പറേഷൻസ് നടക്കാണ്, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. യെസ്. അപ്പം നമുക്ക് ചോദിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ ബോർഡ് എക്സാമിൽ നിന്നാണല്ലോ +2 വരെ, അപ്പൊ റിപ്പീറ്ററിലേക്ക് എത്തിയപ്പോൾ ഒരു ചേഞ്ച് ഉണ്ട്. അപ്പം അവിടെ എന്തായിരുന്നു ബുദ്ധിമുട്ടായിട്ടുള്ള സബ്ജക്ട്? അതിനെ ഇവിടെ എത്തിയപ്പോൾ എങ്ങനെ ഓവർകം ചെയ്തു? അതായിരിക്കുമല്ലോ കുട്ടികൾക്ക് എല്ലാവർക്കും മാർക്ക് കുറയാൻ പലർക്കും പല കാരണങ്ങൾ ഉണ്ടാവും ഇപ്പം +2 പഠിക്കുന്നവർക്ക്. അപ്പം അതിൽ നിന്ന് റിപ്പീറ്ററിലേക്ക് എത്തിയ സമയത്ത് ഏതായിരുന്നു ഡിഫിക്കൽട്ട് സബ്ജക്ട് ഉണ്ടായിരുന്നത്? അതിനെങ്ങനെയാണ് ഓവർകം ചെയ്തത്? മെയിൻലി ബോർഡ് എക്സാമിനോട് പ്രിപ്പയർ ചെയ്തോണ്ടിരുമ്പോൾ മാത്സ് തന്നെയായിരുന്നു. ഡിഫിക്കൽട്ട്. ഇവിടെ എത്തിയപ്പോൾ മാത്സ് ഡിഫിക്കൽട്ടി തോന്നുന്നില്ല. താങ്ക്സ് ടു ഇക്ബാൽ സാർ ആൻഡ് ബിനീഷ് സാർ. രണ്ടുപേരുടെ എഫേർട്ട് ആണ്. കൂടെ ജെറിൻ സാറും നന്നായി. അതുകൊണ്ട് സെറ്റായി. ഓക്കെ. അപ്പൊ എത്രയാണ് മാത്സിന്റെ സ്കോർ? മാത്സിന് 80 ഔട്ട് ഓഫ് 100. ഓക്കെ. 99.94. അടിപൊളി. അപ്പം മാത്സ് സെറ്റാക്കി തന്നു. ഓക്കെ. എന്തൊക്കെയാണ് മാത്സ് പഠിക്കാൻ വേണ്ടി എടുത്ത സബ്ജക്ട്സ്, അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിന് എടുത്ത ബുക്സ്, അല്ലെങ്കിൽ ഏത് പാറ്റേണിലായിരുന്നു പഠിച്ചു പോയത്? അത് ഇവിടുത്തെ DPP ഉപയോഗിക്കുമായിരുന്നു? എന്തൊക്കെയായിരുന്നു എന്റെ സ്ട്രാറ്റജി? DPP എല്ലാം ചെയ്തു തീർത്തിട്ടുണ്ട്. PYQ ഓൾമോസ്റ്റ് 90% കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 2010 മുതൽ 25 വരെയുള്ള ദിശയോ അല്ലെങ്കിൽ ഏതെങ്കിലും ദിശയായിരുന്നു കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ. അത് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു. പിന്നെ എന്തെങ്കിലും ഉണ്ടായിരുന്നു മാത്സ് ഓവർകം ചെയ്യാൻ വേണ്ടി, ആ ഡിഫിക്കൽട്ടി ലെവൽ ഓവർകം ചെയ്യാൻ? ഈ PVQസിലൂടെ കടന്നു പോകുന്നുള്ളതേ ഉള്ളൂ തന്നെയായിരുന്നു. അപ്പം PVQs നമ്മൾ ഒരു റൗണ്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാവും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് തന്നെയാണ് സാധനം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ വർഷം അത് തന്നെ വന്നു. യെസ്. ആ പാറ്റേൺ കിട്ടി, അതിനനുസരിച്ചാണ് വർക്ക് പോയി. അപ്പം നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം DPP സെറ്റാക്കി, അതിനോടൊപ്പം PYQ ദിശ വെച്ചിട്ട് ദിശയുടെ ബുക്ക് നിങ്ങൾക്ക് ഇപ്പം കേൾക്കുന്നവരുണ്ടെങ്കിൽ ദിശയുടെ പ്രീവിയസ് ഇയർ ബുക്ക് എപ്പോഴും നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു നല്ല ബുക്കുകളിൽ ഒന്നാണ്. അരിഹന്തും ദിശയുടെയും PYQ ബുക്കുകൾ അടിപൊളിയാണ്. അത് ചാപ്റ്റർ വൈസ്, ടോപ്പിക് വൈസ് ആയിട്ടുള്ളത്. അപ്പം അത് തന്നെയാണ് നമ്മൾ എല്ലാ കുട്ടികൾക്കും സജസ്റ്റ് ചെയ്യുന്നത്. ഋഷ്വന്തും അത് തന്നെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. നമ്മുടെ DPP കൂടാണ്ട് ഇതും കൂടെ ഉണ്ടെങ്കിൽ രണ്ടും അടിപൊളിയായിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. ഇത് തന്നെയാണ് നോക്കല്ലോ. നമ്മള് ദിശന്റെ ബുക്ക് ഒന്നും കൂടി നമ്മൾ സോർട്ട് ചെയ്തിട്ട് അതേ ക്വസ്റ്റ്യൻസ് നമ്മുടേതായ രീതിയിൽ നമ്മൾ 20 മൊഡ്യൂൾ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഒന്നും കൂടി നമ്മൾ സോർട്ട് ചെയ്തിട്ട് നമ്മൾ ഇറക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പം അതും കുട്ടികൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇനി ഡിഫിക്കൽട്ട് സബ്ജക്ട് ഇപ്പോഴും മാത്സ് തന്നെയായിരുന്നു, അതോ ഈ വർഷം മാറിയോ? എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായോ? എക്സാം എഴുതിയപ്പോൾ കെമിസ്ട്രി ആയി പോയി. അപ്പം അത് എങ്ങനെ എക്സാം ടൈമിൽ ഏതായിരുന്നു ഓർഡർ എഴുതിയിരുന്നത്? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അങ്ങനെ? കെമിസ്ട്രി ആദ്യം, ഫിസിക്സ്, പിന്നെ മാത്സ് ഓർഡർ ആയിരുന്നു. പക്ഷെ ആദ്യമേ തന്നെ കെമിസ്ട്രി ഡിഫിക്കൽട്ട് ആയിരുന്നു. ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ അതല്ല, നമ്മൾ സാധാരണ കാണുന്ന ഒരു കെമിസ്ട്രി പേപ്പറിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത ഒരു പേപ്പർ. ഫേസ് 1 ആയിരുന്നു തോന്നുന്നല്ലേ? സോറി, ഫേസ് 1 മീൻസ് ലൈക്ക് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷിഫ്റ്റ്, റൈറ്റ്? അതിലാണ് 250ഓളം ഉണ്ട് മാർക്ക് അല്ലേ? ലൈക്ക് 300. വെരി ഗുഡ്. 247. അപ്പൊ പറയും ബാക്കി എന്തൊക്കെയാണ് ഇനി അടുത്ത കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. സാർ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം, എന്റെ കയ്യിലുള്ള ചോദ്യങ്ങളൊക്കെ തീർന്നേ. അപ്പോ പിന്നെ ഇനിയിപ്പോ അടുത്ത നമ്മൾ അഡ്വാൻസിലേക്ക് പ്രിപ്പയർ ചെയ്യണം. അപ്പം ഇനി നമ്മളിപ്പം നല്ലൊരു പെർസെന്റേജ് വാങ്ങി, ഇപ്പം 6th റാങ്ക് ഒക്കെ കിട്ടി. പക്ഷെ എന്നാലും എല്ലാവരും ഹാപ്പി ആവണമെന്നില്ല. അതായത് മീൻസ് ഋഷ്വന്ത് ഹാപ്പി ആവണമെന്നില്ല. അതായത് ഞാൻ ഇന്നും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഇതാക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. അപ്പൊ അങ്ങനെ തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അതായത് അടുത്ത ഫേസിലേക്കും അതേപോലെ അഡ്വാൻസിലേക്കും ഞാൻ
പിന്നെ ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ? ഫിസിക്സ് കുറച്ച് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ട്. കാരണം ഫിസിക്സ് എന്റെ പെർഫോമൻസ് എനിക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നുന്നില്ല. ഓക്കെ, അത് പ്രോബ്ലം ബേസ് ആണോ അല്ല അങ്ങനെ തിയറി ബേസ് ആണോ? രണ്ടും കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ട് എനിക്ക്. അപ്പൊ അതിനാണ് എനിക്ക് തോന്നുന്നു ഞാൻ സുമീഷോട് സംസാരിച്ചിരുന്നു, സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് 20 ഡേയ്സിന്റെ ഫിസിക്സ് ക്ലാസ് തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ സെറ്റാക്കി എടുത്തിരിക്കും. അപ്പൊ അടുത്ത ഇന്റർവ്യൂ എന്തായാലും എക്സാം കഴിഞ്ഞ് വരുമ്പോൾ ഋഷ്വന്ത് ഫിസിക്സിലും ഹാപ്പി ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എത്ര മണിക്കൂർ പഠിക്കും? ഞാൻ അങ്ങനെ ഒരു ടൈം സ്റ്റാമ്പ് വെക്കാറില്ല. ഓക്കെ, ഞാൻ ക്വാണ്ടിറ്റിക്ക് ഓവർ ക്വാളിറ്റി പ്രിഫർ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇരിക്കുന്ന സമയം വൃത്തിയിൽ വൃത്തിക്ക് പഠിക്കാത്ത 2 മണിക്കൂറാണെങ്കിൽ ആ 2 മണിക്കൂർ നമുക്ക് പഠിച്ചു തീർക്കാനുള്ളത് പഠിച്ചു തീർക്കുക, പിന്നെ ഒരു ബ്രേക്ക് എടുക്കുക. അങ്ങനെ ഇത്ര മണിക്കൂറൊന്നുമില്ല, 6 മണിക്കൂർ 7 മണിക്കൂറൊന്നുമില്ല. പഠിക്കുന്ന സമയം നല്ല വൃത്തിക്ക് പഠിക്കുക. വെരി ഗുഡ്. നേരത്തെ അപ്പോൾ എക്സാം ഹാളിലേക്ക് കയറിയ സമയത്ത് കെമിസ്ട്രി ആണ് ആദ്യം അറ്റൻഡ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പൊ കെമിസ്ട്രി കുറച്ച് ടഫ് ആയിട്ട് തോന്നും. അപ്പൊ സ്വാഭാവികമായിട്ടും ആ സമയത്ത് ഒരു പ്രഷർ ഉണ്ടാവല്ലോ. അപ്പൊ പ്രഷറിന് നമ്മൾ എങ്ങനെയാണ് എക്സാമിനേഷൻ ഹാളിൽ നിന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റിയത്? ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല സത്യം പറഞ്ഞാൽ. എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ എക്സാം ക്വസ്റ്റ്യൻ കിട്ടുന്നു, ക്വസ്റ്റ്യന്റെ ഉത്തരം എഴുതുന്നു, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അല്ലാതെ അതിന്റെ ഇടയ്ക്ക് ഞാൻ വേറെ ചിന്തകളിലേക്ക് പോകാറില്ല. ഈ ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് ടഫ് ആയെന്നോ. ഓക്കെ, ടഫ് ആയെങ്കിൽ ഓക്കെ പോട്ടെ. നമുക്ക് കെമിസ്ട്രി കുറച്ച് എളുപ്പമായിരിക്കുമല്ലോ. അപ്പം എളുപ്പമല്ലാത്ത രീതിയിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ കണ്ടു. അപ്പൊ ചിലപ്പോൾ പാനിക് ആവാൻ സാധ്യതയുണ്ട്. ഋഷന്ത് പാനിക് ആയോ? ഇല്ല, ടെൻഷൻ ഇല്ലാത്ത തന്നെയാണ് സക്സസിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി ടഫായ ക്വസ്റ്റ്യൻ വന്നു, അപ്പോഴേ മാറ്റി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി, എല്ലാം ചെയ്ത് തീർന്നതിന് ശേഷം ആ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വന്നു. ഓക്കെ, അത് മുമ്പ് പിന്നെ ഋഷന്ത് മുമ്പേ ഇങ്ങനെ ഒരു എക്സാമിനേഷൻ ടെൻഷൻ ഇല്ലാത്ത ഒരു ഫീൽ ആണോ, അല്ല ഒരുപാട് മോക്ക് ടെസ്റ്റ് എഴുതിയതിനു ശേഷം അങ്ങനെ ആയി? ഇല്ല, എനിക്ക് പണ്ടേ എക്സാമിന് അത്ര പേടിയൊന്നുമില്ല. പിന്നെ ഇവിടെ ഓൾമോസ്റ്റ് 40ഓളം മോക്ക് തന്നു കഴിഞ്ഞു. അത് എഴുതി തന്നെ നമ്മൾ എക്സാമിനേഷന്റെ ഒരു ഫീൽ അറിഞ്ഞു. ഇനി ഇതിൽ കൂടുതലൊന്നും കിട്ടാനില്ല എന്നുള്ളൊരു ഇതിലാണ് ഞാൻ എക്സാം എഴുതിയത്. ഏത് ബ്രാഞ്ചാണ് ഡ്രീം ചെയ്യുന്നത്? ഏത് IIT ആണ്? ഇലക്ട്രിക്കലിന് IIT മദ്രാസ് ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിന്റെ ഇടയിലേക്ക് എന്തെങ്കിലും ഒരു ഫുഡ് ഹാബിറ്റ്സോ അങ്ങനെ വാട്ടർ ഇൻടേക്കിൽ ശ്രദ്ധയോ അങ്ങനെ എന്തെങ്കിലും ഹെൽത്ത് കൺസേണിന്റെ ഇടയിൽ എല്ലാവരും ശ്രദ്ധിക്കാത്ത കുറച്ച് കാര്യങ്ങൾ അതൊക്കെ നോക്കാറുണ്ടായിരുന്നോ? അങ്ങനൊന്നുമില്ല, കിട്ടുന്ന ഫുഡ് കഴിക്കുക. പിന്നെ വാട്ടർ ഇൻടേക്ക് പ്രോപ്പർ ആയിരുന്നു. എനിക്കൊന്ന് കുട്ടികൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഡെയിലി ഒരു 2.5 ലിറ്റർ ഓഫ് വാട്ടർ. നമുക്ക് എല്ലാവർക്കും ക്ഷീണം, കുട്ടികളിൽ എല്ലാവർക്കും തളർച്ച, പേരൻസ് കാണുന്നവരുണ്ടെങ്കിൽ ഞാനെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അതായത് വെള്ളം കുടിക്കുക എന്നുള്ളത് പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ മാത്രം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമാണ് ചെയ്യുന്നത്. പകരം ഡെയിലി ഒരു 2 ലിറ്റർ എന്നാൽ 1 ലിറ്റർ ബോട്ടിൽ ഒരു തവണ ഫില്ല് ചെയ്താൽ പകരം 2 തവണ ഫില്ല് ചെയ്ത് അത് മൊത്തം നമ്മൾ കുടിക്കണം. അപ്പം ആ ഒരു കാര്യം പല കുട്ടികളും ശ്രദ്ധിക്കുന്നില്ല. അത് ക്ഷീണം, നിങ്ങൾ പഠിക്കുന്ന സമയത്തല്ല വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ക്ഷീണം ഉണ്ടാവാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് വെള്ളം പ്രോപ്പറായി കുടിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അത് നിങ്ങളൊന്ന് ഓർപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഋഷ്വന്തും അത് കൃത്യമായി ചെയ്യുന്നുണ്ടായിരുന്നു. വാട്ടർ ഇൻടേക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇനി എന്തായാലും കൂടുതൽ ചോദ്യങ്ങളൊക്കെ കൂടുതൽ അഡ്വാൻസിൻ്റെ പ്രിപ്പറേഷൻസ് തകർക്കട്ടെ. നമ്മളൊരു സ്റ്റെപ്പ് വെച്ചിട്ടേ ഉള്ളൂ. NIT ഉറപ്പിച്ച് ഇഷ്ടമുള്ള എന്തും കിട്ടും എന്നുള്ള. പക്ഷെ നമുക്ക് അതല്ല വേണം, നമുക്ക് IIT മദ്രാസിലേക്ക് തന്നെയാണ് എത്തേണ്ടത്. അതും ഈ പറയുന്ന പോലെ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച് ഇലക്ട്രിക്കലാണ്. ഇക്ബാൽ സാറിന്റെ അതെ. അപ്പം നമ്മുടെ ഇക്ബാൽ സാറിന്റെ വഴിയിലൂടെയാണ് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പം എന്തായാലും അടിപൊളിയാകട്ടെ. ഇനി എന്തെങ്കിലും ചോദിക്കാണോ പ്രൊഫസർ? എന്റെ ചോദ്യം കഴിഞ്ഞല്ലേ? അതായത് ഇപ്പം നമ്മുടെ ടോപ്പർ എടുത്തുന്ന കുട്ടികൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചില സംഗതികൾ ഉണ്ടാവും. അതായത് പ്രത്യേകിച്ച് ഇപ്പൊ സെക്കൻഡ് ഫേസ് വരാൻ വേണ്ടി പോവാണ്. അപ്പൊ റിവിഷൻ സമയത്ത് സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? റിവിഷൻ സമയത്ത് മോക്ക് എക്സാം എഴുതുക, അതിന്റെ അനാലിസിസ് ചെയ്യുക, അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. മോക്ക് എക്സാമിലൂടെ നമുക്ക് തിയറിയിലുള്ള ലൂപ്പ് ഹോളുകളെല്ലാം ക്ലിയർ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നമ്മൾ മോക്ക് എക്സാമിൽ ആൻസർ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൂടെ സൊല്യൂഷനിൽ തരുന്ന മെത്തേഡും ട്രൈ ചെയ്ത് നോക്കുക. മനസ്സിലായില്ലേ? ആ ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പോസ്റ്റ് എക്സാം അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് ഒരു കുട്ടികൾ എക്സാം എഴുതി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ മാറ്റി വെക്കുന്ന ഒരു പരിപാടിയാണ് മെയിൻലി. അതുകൊണ്ടാണ് പലർക്കും പിന്നെ ആക്ച്വലി ഒരു ഇമ്പ്രൂവ്മെന്റ് ആഫ്റ്റർ എക്സാം ഉണ്ടാവാത്തത്. എക്സാം എഴുതി കഴിഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യന്റെയും പോസ്റ്റ് എക്സാം അനാലിസിസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം ഇപ്പോൾ ഒരു ഫുൾ മോക്ക് നിങ്ങൾ എഴുതാന്നിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന 80 ചാപ്റ്റേഴ്സും കവർ ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പം 80 ചാപ്റ്ററിലെ ടോപ്പിക്സിലൂടെ കടന്നു പോകാനുള്ള അവസരമാണ് ഒരു മോക്ക് എക്സാം നിങ്ങൾക്ക് നൽകുന്നത്. അപ്പം ആ എക്സാമിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഈ പറയുന്ന പോലെ കംപ്ലീറ്റ് ആയിട്ട് ഓരോ ചോദ്യവും എനിക്ക് എന്ത് കറക്റ്റായിട്ട് കിട്ടി, എന്ത് നിങ്ങൾക്ക് കിട്ടിയില്ല, ഈ ഒരു അനാലിസിസ് നിങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന്, എത്ര ഗ്യാപ്പ് നിങ്ങൾക്കുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. ആ അനാലിസിസ് പ്രോപ്പറായി ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പോസ്റ്റ് എക്സാം അനാലിസിസ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്
സത്യത്തിൽ നമ്മളുടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. ഇപ്പം ഇനി ഫേസ് 2-ലേക്കൊക്കെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നവർ മോക്ക് മാത്രം എഴുതിയാൽ മതി. നിങ്ങൾ മോക്ക് എഴുതിയിട്ട് അതിൽ ഓരോ മോക്ക് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴും നേരെ 1, 2, 3 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, സൊല്യൂഷനും വെച്ച് അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണ് കിട്ടിയത്. ഇപ്പോൾ ഒരു കാര്യം കിട്ടിയില്ല, അതിൻ്റെ അണ്ടർലൈങ് ഒരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻറ്റയർ ഒരു സബ്ജക്റ്റ്, ഈ പറയുന്ന ഫുൾ സബ്ജക്ട്സ് റിവൈസ് ചെയ്യുന്ന ഒരു അവസരമായിരിക്കും നിങ്ങൾക്ക് മോക്ക് എക്സാമിന്റെ അനാലിസിസിൽ കിട്ടുക, അല്ലെ ഋഷു? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം പോസ്റ്റ് എക്സാം അനാലിസിസ് അടിപൊളിയായിട്ട് നിങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുക. ഇനിയും ഇതുവരെ അത് നമ്മളെല്ലാവരുടെയും ഇതുണ്ട്, എക്സാം കഴിഞ്ഞാൽ 4 മടക്കിയിട്ട് പേപ്പർ എവിടെയെങ്കിലും എന്ത് ചെയ്യുമോ വെക്കുക, മാർക്ക് വരുന്നവരെ അത് നോക്കിയിരിക്കുക. അതല്ല, മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന മോക്കിന്റെ മാർക്കൊന്നും പ്രത്യേകിച്ച് ആരും നിങ്ങളൊന്നും പറയില്ല. ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടത് ഫേസ് 2 ജെഇ ഇനി അഡ്വാൻസിനുമാണ്. അപ്പം മോക്കിന്റെ മാർക്കോ അങ്ങനെയൊന്നും അല്ല, നിങ്ങൾ എഴുതിയ എക്സാമിനെ എങ്ങനെ നിങ്ങൾക്ക് പെർഫോം ചെയ്തു, ഏതൊക്കെ ചോദ്യങ്ങൾ കിട്ടിയില്ല, കിട്ടാത്ത ചോദ്യങ്ങൾക്ക് ഇനി അത് തെറ്റിക്കില്ല എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ അറ്റ് ദി എൻഡ് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതൊന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകുക. അപ്പൊ റുഫൈ സാർ, നമുക്ക് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അതായത് നമ്മളിപ്പം പലപ്പോഴും കുട്ടികളുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്ത സമയത്ത് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് റെസ്പോൺസ് ഷീറ്റ് കിട്ടിയതിന് ശേഷമാണ് ചില ക്വസ്റ്റ്യൻസ് അവിടുന്ന് കിട്ടുന്നുണ്ടായിരുന്നില്ല, പക്ഷേ റെസ്പോൺസ് ഷീറ്റ് കിട്ടി വീട്ടിലത്തെ കംഫർട്ട് സോണിൽ ഇരുന്നപ്പോൾ എന്തായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം വെച്ചാൽ പല കുട്ടികളും പല ക്വസ്റ്റ്യൻസും എന്തായിട്ടില്ല, എക്സാമിനേഷൻ ഹോളിൽ കണ്ടിട്ടില്ല, കാരണം അവിടെ എത്തിയിട്ടില്ല. അതായത് അവർ എക്സാമിനേഷൻ ഹോളിലെ പ്ലാനിങ്ങിൻ്റെ ഒക്കെ പ്രശ്നമായിരിക്കും. അപ്പോൾ ഇത് ടോപ്പർ എന്ന നിലയിൽ ഇപ്പൊ ഈ ഒരു പ്രശ്നം ഋഷുവിന് ഉണ്ടായിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അതായത് അങ്ങനെ ഉണ്ടായിരുന്നു, അതായത് എക്സാമിനേഷൻ ഹോളിൽ നിന്ന് ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല, പക്ഷെ പിന്നീട് നോക്കിയപ്പോൾ കിട്ടി. അതായത് അങ്ങനെ ഉണ്ടായിരുന്നില്ല, ഇല്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രശ്നം പൊതുവേ കുട്ടികൾക്ക് ഉണ്ടാവുന്നതാണ്. അപ്പൊ അത് പരിഹരിക്കാൻ എന്താണ് നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റുക? മോക്ക് എക്സാം എഴുതുമ്പോൾ തന്നെ നമുക്ക് എക്സാം അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. ഇപ്പം എന്റെ സ്ട്രാറ്റജി കെമിസ്ട്രി ഒരു 25 മിനിറ്റ്സിൽ തീർക്കുക, അടുത്തൊരു 40-50 മിനിറ്റ്സിൽ ഫിസിക്സ് തീർക്കുക, ബാക്കിയുള്ള ഒരു 1.45 hours അത് മാത്സിന് വേണ്ടി മാറ്റി വയ്ക്കുക. അത് എക്സാമിന് ഞാൻ ഫോളോ ചെയ്തു. ഓൾമോസ്റ്റ് 1.25 മണിക്കൂർ ഞാൻ മാത്സിന് കൊടുത്തു. 1.25 കൊടുത്തില്ല, ബാക്കി 15 മിനിറ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഫുൾ പേപ്പറിലേക്ക് കണ്ണോടിക്കാൻ. അപ്പൊ അതേ ഉള്ളൂ എനിക്കിപ്പോ പറയാൻ. അപ്പൊ അത് പറയാൻ വേണ്ടിട്ടാ സാർ, അതായത് മോക്ക് കെമിസ്ട്രി എന്നുള്ള സ്ട്രാറ്റജി, പിന്നെ ഒരു 45 മിനിറ്റ്സ് ഈ പറയുന്ന പോലെ ഫിസിക്സിനും 1.45 മെജോറിറ്റി ടൈം മാത്സിന് കൊടുക്കാന്നുള്ള സ്ട്രാറ്റജി തന്നെയാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് പറയാൻ സാർ, മോക്ക് ടെസ്റ്റ് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ്, നമ്മൾ കൊടുക്കുന്ന GIBs ആയിക്കോട്ടെ, നമ്മൾ മൊഡ്യൂൾ എക്സാം ആയിക്കോട്ടെ, എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണെന്ന് അതിനുള്ള കുട്ടികൾ മനസ്സിലാക്കണം. അപ്പൊ അതിനിപ്പോ ഇനിയും നിങ്ങൾക്ക് പിന്നെ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ എന്തുണ്ട്, LMRP ഫേസ് 2 നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനിയും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ആ മോക്ക് ടെസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്ന് ഋഷുവന്ന് എന്താക്കി മനസ്സിലാക്കി തന്നു. ആ സ്ട്രാറ്റജി ബിൽഡിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ എന്താവുന്നത്, ഫീൽ ചെയ്യുന്നത്. ഓക്കെ, വിശ്വം തകർത്ത് പഠിച്ച് മുമ്പോട്ട് പോവുക, അടിപൊളിയാകുക. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, അഡ്വാൻസ് അഡ്വാൻസ് അല്ലേ 2 crore ആണ് നമ്മള് പ്രൈസ് വന്നിരിക്കുന്നത്. അത് വാങ്ങണം, നിങ്ങളിൽ ഒരാൾ എന്തായാലും അത് വാങ്ങണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതിന് തരാൻ ഞാൻ കാത്തിരിക്കുകയാണ്. എത്തട്ടെ അഡ്വാൻസ് ഫസ്റ്റ് റാങ്കിലേക്ക് തന്നെ, അതെ മത്സരിക്കട്ടെ. അപ്പൊ നമ്മൾ കാത്തിരിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ പോയിരുന്ന് അടിപൊളിയായിട്ട് പഠിക്കുക. താങ്ക് യു.